പുതിയ സീസണിന്റെ കാര്യത്തിൽ എല്ലാം സംശയത്തിന്റെ നിഴലിലായിരുന്നു. സീസൺ എപ്പോൾ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ലാതിരുന്നത് മൂലം നമുക്ക് സമ്മർ ട്രാൻസ്ഫർ ജാലകം മുഴുവനായിട്ടും നഷ്ടമായി എന്ന് പറയേണ്ടി വരും. പക്ഷേ പിന്നീട് സൈനികങ്ങളൊക്കെ കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ ക്ലബിന് സാധിച്ചു. അതേസമയം ISLന്റെ കാര്യം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. ഡിസംബറിൽ ISL ഉണ്ടാകും എന്ന് പറയുമ്പോഴും കൃത്യമായിട്ടൊരു ഡേറ്റ് തരാൻ ഫെഡറേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ക്ലബ്ബുകളെ നിരാശയിലാഴ്ത്തുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംശയമായിരുന്നു നായകൻ ലൂണ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുമോ എന്നുള്ള കാര്യം. കാരണം കഴിഞ്ഞ സീസണിൽ ടീമിന്റെ പെർഫോമൻസ് മോശമായിരുന്നു. അതേപോലെ തന്നെ നായകൻ ലൂണയുടെ പെർഫോമൻസും മോശമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ്സ് വെച്ച് സ്റ്റിൽ അദ്ദേഹം ലീഗിലെ മികച്ചൊരു താരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ അവസാന ഹോം മത്സരത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടുത്ത സീസണിൽ അദ്ദേഹം തുടരുമോ എന്നുള്ള കാര്യത്തിൽ കുറേയധികം കാര്യങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫാൻസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമാകുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് അപ്പുറം ഇമോഷൻസ് മാറ്റിവെച്ച് ബ്ലാസ്റ്റേഴ്സ് ചിന്തിക്കാൻ സമയമായി എന്ന അഭിപ്രായങ്ങളും പെടുന്നുണ്ടായിരുന്നു. എന്തായാലും പുതിയ സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ലൂണ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നും കിട്ടുന്ന ഈ സ്നേഹവും അംഗീകാരവും ഒക്കെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നത്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അഡ്രിയാൻ ലൂണ ഒരു സീസൺ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാൻ പോകുന്ന കാര്യം അദ്ദേഹം തന്നെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട്.